ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. പാവറട്ടി കസ്റ്റഡി മരണം കേസന്വേഷണം സിബിഐക്ക് വിടുവാൻ മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ കസ്റ്റഡി മരണങ്ങളും സിബിഐ അന്വേഷിക്കും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഈ മാസം 28 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് ജനകീയ കൂട്ടായ്മ. ചെറുതുരുത്തി ആറ്റൂരിൽ വീട്ടിൽ കവർച്ച, 6.5 പവൻ നഷ്ടപ്പെട്ടു. മാള അഷ്ടമിച്ചിറയിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് 6 പവൻ കവർന്നു. പാലപ്പിള്ളി നടാമ്പാടം ആദിവാസി കോളനിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി 100-ലേറെ വാഴകൾ നശിപ്പിച്ചു. വൈദ്യുതി വേലിയടക്കം ഫലപ്രദമല്ലെന്ന് കർഷകർ. ട്രെയിനുകളിലെ ബയോ ശുചിമുറികളെക്കുറിച്ച് വ്യാപക പരാതി. ബയോ ടോയ്ലറ്റുകൾ സംബന്ധിച്ച് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. പാവറട്ടി കസ്റ്റഡി മരണക്കേസ് അന്വേഷണം സിബിഐക്ക് വിടുവാൻ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റഡി മരണങ്ങളും സിബിഐക്ക് കൈമാറാനും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും സേനാ വിഭാഗങ്ങൾക്ക് കീഴിൽ കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായാൽ അത് സിബിഐ അന്വേഷിക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പാവറട്ടിയിലെ രഞ്ജിത്തിന്റെ കസ്റ്റഡി മരണം സിബിഐക്ക് വിട്ടുകൊടുത്തത്. ഒക്ടോബർ 1-നാണ് എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടിയ മലപ്പുറം സ്വദേശി രഞ്ജിത്ത് മരിക്കുന്നത്. കഞ്ചാവുമായി പിടികൂടിയ ഇയാളെ പിന്നീട് എക്സൈസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മരണപ്പെട്ട നിലയിലാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പാവറട്ടിയിൽ കസ്റ്റഡി മരണത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ACP ബിജു ഭാസ്കർ, സിഐമാരായ പി ഫൈസൽ, രാജേഷ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിന് സമീപമുള്ള കള്ള് ഗോഡൌൺ, പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രി, പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വഴക്കുംപാറ മുതൽ കൊമ്പഴ വരെ റോഡ് വീതി കൂട്ടി പൂർണ്ണമായി ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കൊമ്പഴയിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ജനകീയ കൂട്ടായ്മകൾ, ആംബുലൻസ് ഡ്രൈവർമാർ, വിവിധ ക്ലബ്ബുകൾ, ബസ് ഉടമ സംഘടനകൾ, ബസ് തൊഴിലാളി സംഘടനകൾ, ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൊമ്പഴം അമ്മദുപടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ജനപ്രതിനിധികൾക്കും MLAക്കും കാര്യങ്ങൾക്കും ഒക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്തതിന് ശേഷവും ടാറിങ്ങിനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ഒക്ടോബർ 20-ാം തീയതി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നിരാഹാരം ഇരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂർ. അതിനുശേഷവും ടാറിങ് നടന്നില്ലെങ്കിൽ ഒക്ടോബർ 28-ാം തീയതി മുതൽ ജനകീയ കൂട്ടായ്മ കുതിരാൻ്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വഴക്കുംപാറ മുതൽ കൊമ്പഴ വരെയുള്ള 4 കിലോമീറ്റർ ദൂരം പൂർണ്ണമായി ടാറിംഗ് നടത്താത്ത പക്ഷം ഈ മാസം 28 മുതൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും അതിനു മുന്നോടിയായി സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 20-ന് ബസ്സുടമകൾ നിരാഹാര സമരം നടത്തുമെന്നും ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. കുതിരാൻ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വാഹന റാലി സംഘടിപ്പിച്ചു. റാലിയിൽ പാണഞ്ചേരി പഞ്ചായത്ത് പരിധിയിലെ നിരവധി ഓട്ടോറിക്ഷകൾ അണിചേർന്നു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത കുതിരാനിലെ യാത്രാ ദുരിതത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കുതിരാൻ മേഖല പൂർണ്ണമായി ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഈ മാസം 28 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് 25ഓളം സംഘടനകളുടെ ജനകീയ കൂട്ടായ്മ. കുതിരാൻ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കുള്ള 2.25 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ്. ജനകീയ പ്രതിഷേധം മാത്രമേ ഇനി വിജയിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിൽ പൂർണ്ണ പിന്തുണ ഈ KDCBയുടെ ഭാഗത്തുനിന്ന് ഈ പ്രതിഷേധ കൂട്ടായ്മ സമരസമിതിക്ക് നമ്മൾ അർപ്പിക്കാൻ വന്നതാണ്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രതിഷേധ കൂട്ടായ്മയിൽ ദൃശ്യമായ സമരാവേശം വരും നാളുകളിൽ ആളിപ്പടരുന്ന ജനരോഷമായി മാറുമെന്നതിന്റെ സൂചനയാണ്. KMC കമ്പനിക്ക് വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെ അവർക്ക് വേണ്ടതായിരിക്കുന്ന മെറ്റല്, മണല്, കല്ല് മുഴുവനും ഈ തുരങ്കത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഒരു പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ 35 വലിയ ടിപ്പർ കല്ലാണ് അവർക്ക് കിട്ടുന്നത്. ദേശീയപാതയിൽ വഴക്കുംപാറ മുതൽ കൊമ്പഴ വരെയുള്ള 4 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി പൂർണ്ണമായി ടാറിംഗ് നടത്തിയില്ലെങ്കിൽ
ഈ മാസം 28 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനകീയ കൂട്ടായ്മ സംഘാടകർ. ദേശീയപാതയിലെ കുഴികൾ ക്വാറിപ്പൊടി ഇട്ട് അടച്ചത് മഴ മാറിയതോടെ രൂക്ഷമായ പൊടിശല്യത്തിന് കാരണമാക്കിയിരിക്കുന്നു. കാഴ്ചയെപ്പോലും മറയ്ക്കുന്ന വിധമാണ് ദേശീയപാതയിൽ പലയിടത്തും പൊടി പറക്കുന്നത്. തകർന്ന ദേശീയപാതയിൽ കിലോമീറ്ററുകൾ നീളുന്ന വാഹനക്കുരുക്ക് പതിവാകുമ്പോഴും റോഡിന്റെ ശോചനീയാവസ്ഥയിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മുഖം തിരിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. 4 വരി പാത ടാർ ചെയ്ത് ഇതിലെയുള്ള യാത്ര സുഗമമാക്കി തീർക്കുവാൻ വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കും. ജീവനുകൾ പൊലിഞ്ഞു പോയിട്ട് ഇവിടെയുള്ള ഒരു നേതാക്കന്മാരും ഒരു രാഷ്ട്രീയ പ്രതിനിധികളും ഇതിനെ മുഖം തിരിച്ച് നിൽക്കുന്നതല്ലാതെ നമ്മളോടൊന്നു ചേർന്ന് നമുക്ക് ഈ റോഡിൻ്റെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. TCV തൃശൂർ. ചെറുതുരുത്തിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആറ്റൂർ ദാറുൽ ഫലാഖ് ഇസ്ലാമിക് സെന്ററിന് സമീപം കണ്ടേങ്ങാട്ട് വീട്ടിൽ കോയയുടെ മകൻ മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 2:30 സംഭവം. ബഷീറിന്റെ ഭാര്യ ഷമീറയുടെ കാലിൽ കിടന്നിരുന്ന 5 പവനോളം തൂക്കം വരുന്ന പാദസരവും മകളുടെ 1.5 പവൻ തൂക്കമുള്ള മാലയുമാണ് മോഷണം പോയത്. മോഷണത്തിനിടെ വീട്ടുകാർ ഉണർന്ന് ബഹളം വച്ചപ്പോൾ മോഷ്ടാവ് അടുക്കള വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി CI EP രാമദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാള മേഖലയിൽ 2 കവർച്ച. അഷ്ടമിച്ചിറയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് 6 പവന്റെ ആഭരണങ്ങൾ കവർന്നു. തോപ്പിൽ സുധാകരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. സുധാകരനും കുടുംബവും കഴിഞ്ഞ ദിവസം ഭാര്യയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അന്നമനട കല്ലൂരിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് 12,000 രൂപ മോഷ്ടിച്ചു. പാറയ്ക്കൽ പൗലോസിന്റെ കടയിൽ നിന്നാണ് പണം മോഷണം പോയത്. മാള പോലീസ് കേസെടുത്തു. താണിക്കുടത്ത് വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. ഒറയാമ്പുറത്ത് അജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 1 പവൻ സ്വർണവും 6,500 രൂപയും മോഷണം പോയി. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയി തിരിച്ചെത്തിയ ശേഷമാണ് മോഷണ വിവരം അറിയുന്നത്. വിയ്യൂർ പോലീസ് കേസെടുത്തു. പാലപ്പിള്ളി നടാമ്പാടം ആദിവാസി കോളനിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി 100-ലേറെ വാഴകൾ നശിപ്പിച്ചു. കാരിക്കുളം വേങ്ങക്കൽ തങ്കച്ചന്റെ വാഴകളാണ് പൂർണ്ണമായി നശിപ്പിച്ചത്. 5,600ഓളം വാഴകളുള്ള കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതോടെ ഭൂരിഭാഗം വാഴകളും വീഴാറായ നിലയിലാണ്. പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് തങ്കച്ചൻ കൃഷി ചെയ്തു വരുന്നത്. ഇവിടെ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലിയും സമീപത്തെ മതിലും തകർത്താണ് ആനക്കൂട്ടം കൃഷിയിടത്തിലിറങ്ങിയത്. സംഭവത്തിൽ കൃഷിഭവനിൽ പരാതി നൽകി. വൈദ്യുതി വേലിയടക്കം സ്ഥാപിച്ചിട്ടും കാട്ടുമൃഗങ്ങളെ തടയാനാകാത്തതാണ് കർഷകന് തിരിച്ചടിയാകുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുവാൻ ശാശ്വത നടപടി വേണമെന്നാണ് കർഷകർക്കൊപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ട്രെയിനുകളിലെ ബയോ ശുചിമുറികളെക്കുറിച്ച് വ്യാപക പരാതി. കോച്ചുകളിൽ അസഹനീയ ദുർഗന്ധം. ബയോ ടോയ്ലറ്റുകൾ സംബന്ധിച്ച് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. ട്രെയിനുകളിലെ വിസർജ്യം പാളത്തിലേക്ക് പുറന്തള്ളുന്നതായിരുന്നു പഴയ രീതി. ഇത് പ്രാകൃതമാണെന്ന് മാത്രമല്ല ട്രാക്കുകൾ നശിക്കുന്നതിനും കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ബയോ ശുചിമുറികളിലേക്ക് മാറിയത്. ഒക്ടോബർ 1 മുമ്പേ എല്ലാ കോച്ചുകളിലും ബയോ ശുചിമുറികളാക്കിയെന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത്. എന്നാൽ ട്രെയിൻ യാത്രികർക്ക് ബയോ ശുചിമുറികൾ ദുരിതമായി മാറിയിരിക്കുകയാണ്. മൂക്ക് പൊത്താതെ ട്രെയിനിൽ യാത്ര ചെയ്യാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. റെയിൽവേ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയുടെ സാങ്കേതികവിദ്യയാണ് ബയോ ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കുന്നത്. ടാങ്കുകളിൽ അനാരോബിക് ബാക്ടീരിയ നിറച്ച് മാലിന്യം ജീർണിപ്പിക്കുന്ന സാങ്കേതികവിദ്യയാണിത്. എന്നാൽ പലപ്പോഴും ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. കടലാസ് കഷ്ണങ്ങൾ, നാപ്കിൻ, പ്ലാസ്റ്റിക് തുടങ്ങിയവ കുടുങ്ങിയും ബാക്ടീരിയ നശിച്ചും പ്രവർത്തനരഹിതമാകുന്നുണ്ട്. ഇതുമൂലം ബയോ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനാവുന്നില്ലെന്ന് മാത്രമല്ല അസഹ്യമായ ദുർഗന്ധവും ഉണ്ടാകുന്നു. ടോയ്ലറ്റുകൾക്ക് സമീപമാണ് സീറ്റെങ്കിൽ യാത്ര ദുരിതമായി മാറും. ബയോ ടോയ്ലറ്റുകൾ സംബന്ധിച്ച് നിരവധി പരാതികളാണ് റെയിൽവേക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. സാങ്കേതികവിദ്യ നൽകിയ DRDOയെ തന്നെ സമീപിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. TCV തൃശൂർ. ഇടവേള. ഹലോ, ഉറക്കൊന്നുമില്ലേ? രാവിലെ പ്രാക്ടീസ് ഉള്ളതാ. സർദാർജിക്ക് എന്ത് പറ്റി? ദീപാവലി അല്ലേ സാർ, അവന് വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമാണ്. അതിനെന്തിനാ വിഷമിക്കുന്ന? കാൽക്കട്ടയിൽ ദീപാവലി ഉണ്ടെങ്കിൽ കൽപ്പറ്റയിലും ഉണ്ട്. തിരുനെൽവേലിയിലുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ഉണ്ട്. പട്ടിയാലയിലുണ്ടെങ്കിൽ പാലക്കാടിലും ഉണ്ട്. നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ. ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ് ദ ബിഗ് ഇന്ത്യൻ ദിവാലി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ ദിവാലി കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഹാപ്പി ദിവാലി ബണ്ട്.
കല്യാൺ സിൽക്സ്. വാർത്തകളിലേക്ക്. പെരിഞ്ഞനം ആറാട്ടുകടവിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥികൾക്ക് ബന്ധുക്കളുടെയും സഹപാഠികളുടെയും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കാട്ടൂർ സ്വദേശി കുരുതുകുളം പീറ്ററിന്റെ മകൻ ആൻസൺ, ബന്ധുകൂടിയായ കുരുതുകുളം ജോഷിയുടെ മകൻ ഡെൽവിൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കടലിൽ മുങ്ങിമരിച്ചത്. ഇരുവരുടെയും വീടുകളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും ജനങ്ങളെത്തിയിരുന്നു. ടി.എൻ. പ്രതാപൻ എം.പി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എനിക്ക് ഉദയപ്രകാശ് തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം കാട്ടൂർ മണ്ണൂക്കാട് ഫാത്തിമനാഥ പള്ളിയിൽ സംസ്കാരം നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജന്റെ ഭർത്താവ് പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ രാജന്റെ അപകട മരണത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കൊരട്ടിക്കര നാരായണത്ത് വീട്ടിൽ ഷെഫീഖാണ് അറസ്റ്റിലായത്. ആഗസ്റ്റ് 6 വൈകിട്ട് പാഴിയോട്ടുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ നാനോ കാർ 1 മാസത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തിയത്. അപകടത്തിന് ശേഷം പ്രതിയായ ഷെഫീഖ് ഗൾഫിലേക്ക് മുങ്ങുകയായിരുന്നു. പട്ടാമ്പി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാർ ഇയാൾ റെന്റിനെടുത്തതായിരുന്നു. അപകടത്തിന് ശേഷം കാർ അറ്റകുറ്റപ്പണികൾ നടത്തി ഉടമയ്ക്ക് കൈമാറിയിരുന്നു. പ്രതിയെ തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഓഫീസർമാരായ CD സന്തോഷ്, ദിലീപ് കുമാർ, KR ജയൻ, ഗിരീശൻ, സുജു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. എടവിലങ്ങ് പഞ്ചായത്ത് അംഗം TM ഷാഫിയെ അയോഗ്യനാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് ഷാഫിക്ക് കമ്മീഷൻ 6 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിച്ചത്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നൽകിയ പരാതിയിന്മേലായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. എന്നാൽ വിപ്പ് ലംഘിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന ഷാഫിയുടെ വാദം ഹൈക്കോടതി ശരിവച്ചു. ഷാഫിക്ക് പാർട്ടി നൽകിയതെന്ന് അവകാശപ്പെട്ട വിപ്പ് വ്യാജമാണെന്നും പാർലമെന്ററി പാർട്ടി യോഗം മിനിറ്റ്സിൽ ഷാഫിയുടെ കള്ള ഒപ്പിടുകയായിരുന്നുവെന്നും അഭിഭാഷകൻ വാദിച്ചു. വാദം പരിശോധിച്ച ഹൈക്കോടതി ഷാഫിയെ അയോഗ്യനാക്കിയ ഉത്തരവ് തടയുകയായിരുന്നു. TM ഷാഫിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുനിൽ ജേക്കബ് ജോസ് ഹാജരായി. ചേലക്കരയിൽ വികാരിയുടെ അനുവാദമില്ലാതെ മൃതദേഹം പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കുവാൻ ശ്രമം. ഏറെനാൾ തർക്കത്തിലായിരുന്ന ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് അരിമ്പൂർ ജോബ് എന്നയാളുടെ മൃതദേഹം സംസ്കാരത്തിനായി ശ്രമിച്ചത്. പള്ളി നിലവിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി കോടതി വിധിച്ചിരുന്നു. ഇപ്പോൾ പള്ളിയുടെ വികാരിയായ ഫാദർ ഐസക്കിന്റെ അനുമതിയോടെ സംസ്കാരം നടത്താമായിരുന്നുവെങ്കിലും യാക്കോബായ വിഭാഗം ആദ്യം ചേലക്കര പോലീസിനെ സമീപിക്കുകയായിരുന്നു. കോടതി ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് അനുമതി നിഷേധിച്ചു. തുടർന്ന് RDOയെ സമീപിച്ചെങ്കിലും RDO അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതോടെ രാത്രി ഏറെ വൈകി മൃതദേഹം കുന്നംകുളം ഭാഗത്തുള്ള പള്ളിയിൽ സംസ്കരിക്കുവാൻ യാക്കോബായ വിഭാഗം തീരുമാനമെടുത്തതോടെയാണ് പോലീസ് അടക്കമുള്ള ആളുകൾ പിരിഞ്ഞുപോയത്. കുന്നംകുളം ACP TS സിനോജും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തപാൽ ദിനത്തിൽ വിദ്യാർത്ഥിയായ ഹരിഹരൻ ബെന്നിയുടെ സ്റ്റാമ്പ് പ്രദർശനം ശ്രദ്ധേയമായി. മാള തപാൽ ഓഫീസിലാണ് ഹരിഹരൻ ശേഖരിച്ച സ്റ്റാമ്പുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. നിരവധി രാജ്യങ്ങളിലെ വിവിധ വിഷയങ്ങളിലായി പുറത്തിറക്കിയ 500ഓളം സ്റ്റാമ്പുകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഹരിഹരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് സ്റ്റാമ്പ് ശേഖരണം വിനോദമാക്കിയത്. 500ഓളം സ്റ്റാമ്പുകൾ ശേഖരിച്ച ശേഷം ആദ്യമായാണ് പ്രദർശനം നടത്തിയതെന്ന് ഹരിഹരൻ പറഞ്ഞു. ഞാനൊരു 6ൽ പഠിക്കുമ്പോഴാണ് ഇത് വീട്ടിലിരിക്കണ കണ്ടത്. അങ്ങനെയാണ് ഇത് കളക്ഷൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇതൊന്ന് എക്സിബിഷൻ ചെയ്താലോന്ന് ആലോചിച്ചപ്പോഴാണ് വേൾഡ് പോസ്റ്ററിന്റെ ഞാനും കൂട്ടുകാരും കൂടി ഇത് സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചിട്ട് എക്സിബിഷൻ നടത്തിയത്. വിവിധ രാജ്യങ്ങളിലെ അടക്കം പ്രശസ്ത വ്യക്തികൾ അടക്കമുള്ളവരുടെ ചിത്രങ്ങളുള്ള സ്റ്റാമ്പുകളും ശേഖരത്തിലുണ്ട്. പ്രത്യേക ദിനങ്ങൾ, ഫലങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, ചിത്രശലഭങ്ങൾ, പതാകകൾ, അടയാളങ്ങൾ, മത്സ്യങ്ങൾ, ആഘോഷങ്ങൾ, കലകൾ, പക്ഷികൾ, സർക്കാർ പ്രതീകങ്ങൾ തുടങ്ങിയ നിരവധി ഇനങ്ങളിലുള്ള സ്റ്റാമ്പുകളാണ് ഹരിഹരന്റെ ശേഖരത്തിലുള്ളത്. 2 ദിവസങ്ങളിലായാണ് സ്റ്റാമ്പ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. നിരവധി പേരാണ് ഈ അപൂർവ സ്റ്റാമ്പ് പ്രദർശനം കാണാൻ മാള പോസ്റ്റ് ഓഫീസിൽ എത്തിയത്. TCV മാള. ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായി മാതൃകാ തപാൽ ഓഫീസ് ഒരുക്കി ചാവക്കാട് എടക്കഴിയൂർ RP കിഡ്സ് ആൻഡ് ജൂനിയർ സ്കൂളിലെ അധ്യാപകർ. പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തപാൽ സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തപാൽ ഓഫീസിന്റെ മാതൃക ഒരുക്കിയത്. പോസ്റ്റ് മാസ്റ്ററായി ഷെഖ് സാദിയായും പോസ്റ്റ് വുമണായി നൌസിലും മറ്റ് ഓഫീസ് സ്റ്റാഫായി റന, മുർഷിദ് എന്നിവരും ശ്രദ്ധ നേടി. പോസ്റ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനായി
മേഹ കബീർ, നുസ്രത്ത്, ഫിദ, റിഫ നസ്രിൻ, റിദ, ഇർഫാന, ശിവാനി എന്നിവർ കത്തുകൾ നിക്ഷേപിച്ചു. പോസ്റ്റ് ബോക്സ് തുറന്ന ലെറ്റർ സീലടിച്ച് വാങ്ങി വീടുകളിലെത്തിക്കുന്ന പോസ്റ്റ്മാൻ തുടങ്ങിയ സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായെന്ന് അധ്യാപകർ പറഞ്ഞു. പുതുതലമുറക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റൽ സംവിധാനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്നാണ് ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ അറിയിച്ചു കൊടുത്തത്. തീർച്ചയായും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ പോസ്റ്റൽ സംവിധാനത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സ്കൂളിലെ ഫ്രാൻകോസിസ് ബെർറോഡ് സ്റ്റാമ്പ് ക്ലബിന്റെ കീഴിലാണ് തപാൽ ഓഫീസ് ഒരുക്കിയത്. അധ്യാപകരായ സൗഫിയ അലി, ഷാനി ഗഫൂർ, കെ എസ് ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, ചാവക്കാട്. എരുമപ്പെട്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. മങ്ങാട് ചാത്തങ്കുളം റോഡിൽ ഉള്ളാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ മനോജിനെ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുന്നംകുളം പാറേമ്പാടത്ത് യുവാവിന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയ റോഡിലെ കുഴി പൊതുമരാമത്ത് വകുപ്പ് അടച്ചു. താൽക്കാലിക ടാറിംഗ് പ്രവൃത്തിയാണ് നടത്തിയത്. അക്കിക്കാവ് കുന്നംകുളം റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് റോഡിന്റെ പകുതിയോളം ഭാഗം പൊളിച്ചിട്ടത്. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് കണ്ടെയ്നർ ലോറിക്കടിയിൽപ്പെട്ട് യുവാവ് മരിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ചാലക്കുടി പുഴയുടെ കൂടപ്പുഴ തടയണയിലൂടെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ വെള്ളത്തിലേക്ക് വീണു. മേലൂർ കലവറക്കടവ് മങ്കിടിയാൻ പൊറഞ്ചുവിന്റെ മകൻ പ്രീനുവാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. മേലൂരിൽ നിന്നും തടയണയുടെ മുകളിലൂടെ കൂടപ്പുഴയിലേക്ക് വരുന്ന വഴിയിലാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ സഹിതം ഇയാൾ പുഴയിലേക്ക് മറിഞ്ഞു വീണത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് സ്കൂട്ടറും കരയ്ക്കെത്തിച്ചു. റവന്യൂ ജില്ലാ കായികമേളയുടെ ഭാഗമായുള്ള ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. തൃശൂർ, തൃപ്രയാർ, മുണ്ടൂർ എന്നിവിടങ്ങളിലെ 12 വേദികളിലായി 12 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10-ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസർ KU അരുണൻ MLA നിർവഹിക്കും. ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, കബഡി, ഷട്ടിൽ, ഖോഖോ, ടേബിൾ ടെന്നീസ് എന്നീ മത്സരങ്ങളും അരങ്ങേറും. വെള്ളിയാഴ്ച മത്സരങ്ങൾക്ക് സമാപനമാകും. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ലോകം കാതോർത്തിരിക്കുമ്പോൾ കൈമാറി കിട്ടിയ വസ്തുക്കൾ നിധി പോലെ സൂക്ഷിക്കുകയാണ് ഈ പിന്മുറക്കാർ. മറിയം ത്രേസ്യ ഉപയോഗിച്ചിരുന്ന രൂപക്കൂടിന്റെ ഭാഗവും ഉരലും മങ്കിടിയാൻ കുടുംബത്തിൽ ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. മറിയം ത്രേസ്യയുടെ സഹോദരൻ ഔസേപ്പിന്റെ മകൻ കുഞ്ഞിത്തോമന്റെ 2 മക്കളുടെ വീടുകളിലെ പ്രാർത്ഥനാ മുറിയിലാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത്. കുഞ്ഞിത്തോമന്റെ മക്കളായ ജോസും ജോർജും മരണപ്പെട്ടപ്പോൾ അവരുടെ ഭാര്യമാരായ ഫാൻസിയും പ്ലാറ്റിയുമാണ് അവശേഷിപ്പുകളുടെ സംരക്ഷകർ. മറിയം ത്രേസ്യയുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും രൂപക്കൂടും അടക്കമുള്ളവ കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യ മ്യൂസിയത്തിലേക്ക് ഏതാനും വർഷം മുൻപ് നൽകിയിരുന്നു. മറിയം ത്രേസ്യയുടെ മങ്കിടിയാൻ പിന്മുറക്കാരായി 3 കുടുംബങ്ങളാണ് പുത്തൻചിറയിലുള്ളത്. വസ്ത്രങ്ങളൊക്കെ നേരത്തെ പള്ളിയിൽ മഠത്തിൽ കൊടുത്തിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ മറിയൻ്റെ തേമ ഉപയോഗിച്ചിരുന്ന ഓറിൽ ഓസ്തി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഓറിൽ അത് ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയരുമ്പോൾ ലോകം മുഴുവൻ പുത്തൻചിറയുടെ പേരും അറിയപ്പെടുകയാണ്. മങ്കിടിയാൻ കുടുംബത്തിലേക്ക് ഇവർ വിവാഹം കഴിച്ചു വരുമ്പോൾ അമ്മ ധന്യപദവിയിലേക്ക് പോലും ഉയർന്നിട്ടില്ല. അവശേഷിപ്പുകളായ വസ്ത്രങ്ങളടക്കം കുടുംബത്തിൽ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ഓസ്തിയിടിച്ചിരുന്ന ഉരൽ ഇപ്പോഴും വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ കാലത്ത് മറിയം ത്രേസ്യമ്മ ധന്യ പോലെ ആയിട്ടുണ്ടായില്ല. മറിയം ത്രേസ്യമ്മയുടെ രൂപത്തോടു കൂടി വീട്ടിലായിരുന്നു. അതിനുശേഷം വാഴ്ത്തപ്പെട്ടോളം അയ്യപ്പനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇവിടുന്ന് പള്ളിയിൽ കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചു. മറിയം ത്രേസ്യയുടെ മറ്റൊരു സഹോദരൻ പുറഞ്ചുവിന്റെ മക്കളുടെ 4 കുടുംബങ്ങൾ ചാലക്കുടി മേലൂരിലാണുള്ളത്. മറ്റ് സഹോദരങ്ങളുടെ കുടുംബങ്ങൾ തൃശ്ശൂരിലും ചൊവ്വൂരിലുമാണ്. പുത്തൻചിറ കിഴക്ക് മുറിയിൽ മറിയം ത്രേസ്യയുടെ മങ്കിടിയാൻ തറവാട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. ക്രൈസ്തവ സഭാവിശ്വാസികളുടെ പരമോന്നത വിശുദ്ധ പദവിയിലേക്ക് മറിയം ത്രേസ്യ പ്രവേശിക്കുമ്പോൾ ഈ മങ്കിടിയാൻ കുടുംബവും ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലാണ്. TCV മാള. ചെമ്മാപ്പള്ളി ശ്രീരാമൻ ചിറയിൽ ചിറ കെട്ടി. സീതാദേവിയെ വീണ്ടെടുക്കുവാൻ ലങ്കയിലേക്ക് പോകുന്നതിനായി ശ്രീരാമനും സംഘവും കടലിനു കുറുകെ ചിറ കെട്ടിയതിന്റെ സ്മരണയായാണ് ഇവിടത്തെ ചിറകെട്ടുത്സവം.
തുലാവർഷ ജലം സംഭരിച്ച് കൃഷിക്ക് ഉപയോഗിക്കാനാണ് ചിറ കെട്ടുന്നത്. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കലാരൂപങ്ങൾ അരങ്ങേറി. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. സേതുബന്ധന വന്ദനം, വിവിധ സമുദായങ്ങളുടെ വിഭവ സമർപ്പണം, അവകാശ വിതരണം എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. ഇടവേള. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. വാർത്തകൾ തുടരുന്നു. ചിത്രകാരനായും ചിത്രകലാ അധ്യാപകനായും 10 കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന മുളങ്ങുന്നതുകാവ് സ്വദേശി സോമൻ അധീനയുടെ ഏകാംഗ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് പ്രദർശന ചിത്രങ്ങളിലേറെയും. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളോടൊപ്പം മാതൃവാത്സല്യത്തിന്റെ സ്നേഹസ്പർശം തുളുമ്പുന്ന ചിത്രങ്ങളും കാഴ്ചക്കാരന്റെ മനം നിറയ്ക്കും. പ്രകൃതി രമണീയത വർണ്ണത്തിൽ ചാലിച്ച ചിത്രങ്ങളിൽ പക്ഷിമൃഗാദികൾ, പൂമ്പാറ്റകൾ, പഴയകാല ആചാരങ്ങൾ, കലകൾ തുടങ്ങി വിശപ്പിന്റെയും ജീവിതഭാരത്തിന്റെയും കഥ പറയുന്ന ജീവിതഗന്ധികളായ 55ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന പ്രവാസി ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളും തന്റെ വരകളിൽ അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ കളർ, അക്രാലിക്, ഓയിൽ പെയിന്റിംഗ് എന്നീ മാധ്യമങ്ങളിലൂടെയാണ് തന്റെ കലാസൃഷ്ടികൾ ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത്. തൃശൂർ ഫൈൻ ആർട്സിൽ നിന്ന് പഠിച്ചിറങ്ങിയ സോമൻ ആർട്ടിസ്റ്റായി കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച ശേഷമാണ് വിദേശത്തേക്ക് ചേക്കേറിയത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഏറ്റവും നല്ല ചിത്രകലാ അധ്യാപകനുള്ള അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള സോമൻ അധീന കേരളത്തിന് പുറത്ത് നിരവധി ചിത്രപ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച തൃശൂരിലെ പ്രഥമ ചിത്ര പ്രദർശനം സമാപിക്കും. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രദർശന സമയം. TCV തൃശൂർ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുട ചാപ്റ്റർ വർക്കിംഗ് ചെയർമാൻ ജോസ് J. ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ B. സേതുരാജ്, ജില്ലാ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് PM ജിതേഷ്, കോളേജ് മലയാള വിഭാഗം ഹെഡ് അധ്യാപിക ലിറ്റി എന്നിവർ പങ്കെടുത്തു. 15 കലാലയങ്ങൾ പങ്കെടുത്ത സംവാദത്തിൽ പ്രചോദി നികേതൻ പുതുക്കാട് 1ാം സ്ഥാനവും വ്യാസ NSS വടക്കാഞ്ചേരി 2ാം സ്ഥാനവും ഗവൺമെന്റ് B.Ed കോളേജ് തൃശൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കരുത്ത് പദ്ധതി TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥിനികളുടെ തായ്ക്കൊണ്ട പ്രകടനവും നടന്നു. വിദ്യാർത്ഥിനികൾക്കൊപ്പം MP സൗഹൃദ പോരാട്ടം നടത്തിയത് കൗതുക കാഴ്ചയായി മാറി. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷ്വ അധ്യക്ഷയായിരുന്നു. തൃശൂർ വനിതാ സെൽ CI M. ദേവി മുഖ്യപ്രഭാഷണം നടത്തി. DEO AK സുലോചന, സ്കൂൾ പ്രിൻസിപ്പാൾ KR മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ K. സജീവ് കുമാർ, PTA പ്രസിഡന്റ് സബീന ബഷീർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സീനിയർ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. 14 ജില്ലകളിൽ നിന്നായി 150ഓളം പുരുഷ വനിതാ കായിക താരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ പുരുഷ വനിതാ കായിക താരങ്ങൾക്കും ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ പുരുഷ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഈ മത്സരത്തിൽ നിന്ന് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ തിരഞ്ഞെടുക്കും. ഉദ്ഘാടന മത്സരത്തിൽ കോട്ടയത്തിന്റെ ചാന്ദിനിയെ പരാജയപ്പെടുത്തി തൃശൂരിന്റെ കൃഷ്ണ വിജയിച്ചു. 30 കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് സുനിൽ P. ഇളയിടത്തിന്റെ പ്രഭാഷണം തൃശൂരിൽ നടന്നു. TN പ്രതാപൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത വിജയൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ S. ഷാനവാസ് മുഖ്യാതിഥിയായി. പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ UV ജോസ്, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KN ഹരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലൈബ്രറി കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖയുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു.
ഷൊർണൂർ റോഡിലെ സുഹർഷ ടവർ ഉടമ പൊറ്റേക്കാട്ട് സുരേഷിന്റെ പിതാവ് താന്യം പൊറ്റേക്കാട്ട് വാസുദേവൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം സ്വവസതിയിൽ നടന്നു. ചരിത്ര പ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ അബ്രഹാം ഓലിയപ്പുറത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ശനിയാഴ്ച പുലർച്ചെ മുത്തിയുടെ രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നതോടെ തിരുനാളിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. ഞായറാഴ്ച ആഘോഷമായി ദിവ്യബലിയും വൈകിട്ട് പ്രദക്ഷിണവും നടക്കും. കൊരട്ടിമുത്തിയുടെ പ്രധാന വഴിപാടായ പൂവൻകുലയ്ക്കായി ഇക്കുറി തമിഴ്നാട്ടിൽ നിന്നും 50 ടൺ കായക്കുലകളാണ് എത്തിക്കുന്നത്. പരിസര പ്രദേശത്തു നിന്നുള്ള കായക്കുലകൾ പള്ളിയിലെത്തി തുടങ്ങി. ആചാരപ്രകാരം കൊരട്ടി പോലീസ് പള്ളിയിലെത്തി മുത്തിക്ക് പൂവൻകുലകൾ സമർപ്പിച്ചു. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. MN കാരശ്ശേരി, CR നീലകണ്ഠൻ എന്നിവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ മൗനം പാലിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് യോഗം ചേർന്നത്. DCC ജനറൽ സെക്രട്ടറി A. പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ലെനിൻ ജോൺ, TN രാജീവ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൌസിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം ജനങ്ങൾ ദുരിതത്തിൽ. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാന്റീൻ പൂട്ടിയതിനാൽ കോഫി ഹൌസ് 24 മണിക്കൂറും പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ നിന്നുള്ള മലിനജലം തൊട്ടടുത്തുള്ള ചാലിലൂടെ ഒഴുക്കിവിടുന്നത് മൂലം പരിസര പ്രദേശങ്ങളിൽ രൂക്ഷമായ ദുർഗന്ധമാണ്. മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെ കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റി കളക്ടർക്ക് പരാതി നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ നീർമാതളത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രമീള ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ സജു ആന്റണി പാത്താടൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ നടുവിലാൽ പരിസരത്ത് ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. ബാങ്ക് ലയനങ്ങൾ ഉപേക്ഷിക്കുക, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്നീ ആഹ്വാനങ്ങളോടെ നടന്ന ശ്രദ്ധ ക്ഷണിക്കൽ ജനസദസ്സ് ബെഫി സംസ്ഥാന പ്രസിഡന്റ് T. നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബെഫി ജില്ലാ പ്രസിഡന്റ് VR സുമാ ഹർഷൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. മോഹന, സംസ്ഥാന കമ്മിറ്റി അംഗം അജയൻ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമിതി അംഗം K. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാവറട്ടി കസ്റ്റഡി മരണം കേസന്വേഷണം CBIക്ക് വിടുവാൻ മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ കസ്റ്റഡി മരണങ്ങളും CBI അന്വേഷിക്കും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഈ മാസം 28 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് ജനകീയ കൂട്ടായ്മ. ചെറുതുരുത്തി ആറ്റൂരിൽ വീട്ടിൽ കവർച്ച, 6.5 പവൻ നഷ്ടപ്പെട്ടു. മാള അഷ്ടമിച്ചെറിയിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് 6 പവൻ കവർന്നു. പാലപ്പിള്ളി നടാമ്പാടം ആദിവാസി കോളനിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി 100-ലേറെ വാഴകൾ നശിപ്പിച്ചു. വൈദ്യുതി വേലിയടക്കം ഫലപ്രദമല്ലെന്ന് കർഷകർ. ട്രെയിനുകളിലെ ബയോ ശുചിമുറികളെക്കുറിച്ച് വ്യാപക പരാതി. ബയോ ടോയ്ലറ്റുകൾ സംബന്ധിച്ച് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.